ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരികയാണല്ലേ. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് അവർക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ ഒരു ക്യാരറ്റ് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടക്കക്കാർക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഓവനോ ബീറ്ററോ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനു വേണ്ടി ആദ്യം 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പഞ്ചസാരയുടെ പകുതി ഒരു പാനിൽ ഇട്ട് കൊടുത്ത് കാരമലൈസ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ്, കാരക്ക, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. 2 മുട്ട അടിച്ച് മാറ്റി വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട ചേർക്കുക. അതും അടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, പട്ടയും ഗ്രാമ്പുവും ഏലക്കയും പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെയായി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പിന്നീട് ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ആദ്യം ഓയിൽ പുരട്ടി വെക്കുക. ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ആക്കി വെക്കുക. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ വെക്കുക. പിന്നീട് ഒരു 1/4 ഭാഗത്തോളം മാവ് ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഈ സമയം ഒരു കുക്കർ ചൂടാക്കാൻ വെക്കണം. അതിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ വട്ടോ എന്തെങ്കിലും വെച്ച് ഒന്ന് നല്ല പോലെ ചൂടായതിന് ശേഷം ഇതിന് മുകളിൽ ഈ ഉണ്ടാക്കി വെച്ച കൂട്ട് അടച്ച് വയ്ക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് നല്ല ചൂടോടുകൂടി തന്നെ വേണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റായ പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ശരിയായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.